കൊടകരയിലെത്തിയ 3.5 കോടി രൂപയുടെ കള്ളപ്പണത്തിന്റെ ഉറവിടം അന്വേഷിച്ച പോലീസിന്റെ സംശയമെത്തിയത് കർണാടകയിലെ ഉന്നത ബിജെപി നേതാവും രാജ്യസഭാംഗവുമായ ലഹർ സിംഗ് സിരോയായിൽ. എന്നാൽ ഇത്തരം വിവരങ്ങളിലേക്ക് ഇഡിയുടെ അന്വേഷണം എത്തിയില്ല. കർണാടകയിലെ ബിജെപി നേതാക്കളെ ദേശീയ നേതാക്കളുമായി അടുപ്പിക്കുന്ന ചാനൽ എന്ന് വിശേഷണമുള്ള ഇദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുണ്ട്. ഇദ്ദേഹം വഴിയാണ് പണം എത്തിയതെന്ന് പ്രതികളിൽ ചിലർ പോലീസിന് മൊഴി നൽകിയിരുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം വാർത്തയായി. പിന്നാലെ ആരോപണങ്ങൾ ലഹർ സിംഗ് സിരോയാൽ നിഷേധിക്കുകയും ചെയ്തു. ഇതിനെ ശരിവയ്ക്കും വിധമാണ് കുറ്റപത്രം. ബിജെപിയുടെ ദേശീയ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ലഹർ സിംഗ്. കുഴൽപ്പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ഇഡി അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ലഹർ സിംഗിന്റെ പേരും ഉൾപ്പെട്ടിരുന്നു. ഉത്തരേന്ത്യയിൽ വേരുകളുള്ള ലഹർ സിംഗ് നിയമസഭാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം 2022 രാജ്യസഭാ അംഗമായത്. കൊടകര കുഴൽപ്പണക്കേസിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ലഹർ സിംഗ് നേരത്തെ പ്രതികരിച്ചിരുന്നു. 7 വർഷത്തോളമായി താൻ കേരളത്തിൽ വന്നിട്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അയച്ച റിപ്പോർട്ടിൽ കർണാടകയിലെ ബിജെപി നേതാവായ ലഹർ സിംഗിന്റെ പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു. ലഹർ സിംഗ് വഴിയാണ് കുഴൽപ്പണം എത്തിയത് എന്നാണ് ലഭിക്കുന്ന സൂചനയെന്നും റിപ്പോർട്ടിലുണ്ട്. കേരള പോലീസ് തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ലഹർ സിംഗ് പറഞ്ഞു. സംസ്ഥാന നേതാക്കളുമായി തനിക്ക് മുൻ പരിചയമില്ല. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ നേരിട്ടറിയില്ല. വി മുരളീധരനെ മാത്രമാണ് അറിയുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തെ ബന്ധമാണ്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന നേതാക്കളെ തനിക്ക് അറിയില്ല. ഇത്തരമൊരു ഇടപാടിന്റെ ഭാഗമായിട്ടില്ല. തന്റെ അനുവാദം കൂടാതെ വാർത്തകളിൽ പേരുപയോഗിക്കുന്ന പക്ഷം അപകീർത്തി കേസ് ഫയൽ ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. കൊടകരയിലേക്ക് അനധികൃതമായി പണം കടത്തിയതിൽ അന്ന് ലഹർ സിംഗിന് പങ്കുണ്ട് എന്നായിരുന്നു പോലീസ് റിപ്പോർട്ടിലെ പരാമർശം. ലഹർ സിംഗിന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപിക്ക് കേരളത്തിൽ ചെലവഴിക്കാനുള്ളതാണ് പണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാവുകയും ചെയ്തു. 2021 തൃശൂരിൽ കൊടകരയിൽ കാറിൽ നിന്ന് പണം കവർന്നതോടെയാണ് കുഴൽപ്പണ കേസ് വിവാദം തുടങ്ങുന്നത്. 25 ലക്ഷം കവർച്ച ചെയ്യപ്പെട്ടു എന്നാണ് ആ വാഹനം ഓടിച്ചിരുന്ന ഷംജീർ എന്നയാൾ പോലീസിനോട് പറഞ്ഞിരുന്നത്. കോഴിക്കോട് നിന്ന് സുനിൽ നായിക് എന്ന വ്യക്തി ധർമ്മരാജൻ എന്നയാൾക്ക് നൽകാൻ എറണാകുളത്തേക്ക് കൊടുത്തയച്ച പണമാണിത് എന്ന് പറഞ്ഞിരുന്നു. വാഹനം പോലീസ് പരിശോധിച്ചപ്പോൾ കൂടുതൽ അറകൾ കണ്ടെത്തി. സംഭവം കവർച്ച കേസ് ആയാണ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ പണവുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ പിന്നീട് പോലീസിന് വ്യക്തമായി. കവർച്ച ചെയ്യപ്പെട്ടതിൽ കൂടുതൽ പണം വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. തുടർന്ന് പരാതിക്കാരൻ കൂടിയായ ധർമ്മരാജനെ ചോദ്യം ചെയ്തപ്പോൾ വാഹനത്തിൽ കൂടുതൽ പണം ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം മൊഴി നൽകി. ബിസിനസ് ആവശ്യത്തിനുള്ള പണം എന്നായിരുന്നു ധർമ്മരാജന്റെ മൊഴി. എന്നാൽ ഇത് ആദ്യത്തെ കവർച്ചയല്ലെന്നും മുൻപ് ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന പണവും കൊള്ളയടിക്കപ്പെട്ടതായി ധർമ്മരാജൻ മൊഴി നൽകി. കവർച്ച ചെയ്യപ്പെട്ട പണം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്നതാണെന്ന് ധർമ്മരാജൻ മൊഴി നൽകിയതായും പോലീസ് ഇഡിയെ അറിയിച്ചിരുന്നു. പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘ തലവൻ അസിസ്റ്റന്റ് കമ്മീഷണർ വി കെ രാജു 2021 ഓഗസ്റ്റ് 8 ഇഡിയുടെ കൊച്ചിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കത്തയച്ചത്. 25 ലക്ഷം കൊള്ളയടിക്കപ്പെട്ടു എന്ന പരാതിയിൽ സംസ്ഥാന പോലീസ് ആരംഭിച്ച അന്വേഷണത്തിൽ കാറിൽ ഏകദേശം 3.5 കോടി രൂപയുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 1 കോടി രൂപ പോലീസ് വീണ്ടെടുത്തു. 2 കോടി കണ്ടെത്താനുണ്ടെന്നും ഇഡിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. 2021 മാർച്ചിൽ സേലത്തിന് സമീപത്തെ കൊങ്ങനാപുരത്ത് നടന്ന കവർച്ചയിൽ 4.04 കോടി രൂപ നഷ്ടമായെന്ന് ധർമ്മരാജൻ പോലീസിന് മൊഴി നൽകിയെന്നും ഇഡിക്ക് അയച്ച കത്തിൽ വ്യക്തമാകുന്നുണ്ട്.